കൃപാസന മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അനിമോൾ മാർട്ടിൻ, എൻ്റെ പപ്പ മാർട്ടിൻ പോൾ. ഞങ്ങൾ കാലടിയിൽ നിന്ന് വരുന്നു. പരിശുദ്ധ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിലൂടെ ഈശോ പരിശുദ്ധ അമ്മ വഴി തന്ന അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞാൻ 2023 +2 കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി കയറി. 10 മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ആദ്യത്തെ 2 അറ്റംപ്റ്റിൽ തന്നെ ഞാൻ 2 മൊഡ്യൂൾ ക്ലിയർ ചെയ്തു. പിന്നീട് പലവട്ടം എക്സാം എഴുതാൻ ശ്രമിച്ചിട്ടും എനിക്ക് കിട്ടണുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയും പപ്പയും വല്യപ്പച്ചനും വല്യമ്മച്ചും ഇങ്ങനെ കൃപാസനത്തെ പറ്റിയും ഉടമ്പടിയുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു. അപ്പോഴൊന്നും എനിക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. അമ്മ 2019 ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് കോവിഡൊക്കെ വന്ന് പിന്നെ അത് പുതുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴൊക്കെ എനിക്ക് കേട്ടിട്ടുണ്ടെങ്കിലും ഇതിലിങ്ങനെ താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവരിങ്ങനെ പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചു. അങ്ങനെ 2024 നവംബർ 24 ഞാൻ ആദ്യമായിട്ട് കൃപാസന ഉടമ്പടി എടുത്തു. ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ചു. പിന്നെ ഡിസംബർ 7 എനിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം ഒരു എക്സാം ഡേറ്റ് കിട്ടിയിരുന്നു, 2 മൊഡ്യൂൾ എഴുതാൻ വേണ്ടിയിട്ട്. അന്ന് ഞാൻ പോയി കൃപാസനം നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് തൈലം തേച്ചു. അവിടെ എക്സാം സെൻറ്ററിൽ ഉപ്പ് വിതറി ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ 1 മൊഡ്യൂൾ ഞാൻ ക്ലിയർ ചെയ്തു, 3 മൊഡ്യൂൾ അങ്ങനെയായി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ വച്ചിരുന്ന ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് 2025 ഏപ്രിലിനുള്ളിൽ ജർമ്മനിക്ക് പോകാൻ പാകത്തിന് എന്തെങ്കിലും ആവാൻ വേണ്ടി ഒരു നിയോഗം വെച്ചിരുന്നു. കാരണം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് 1 മാസം മുന്നേ പ്രോസസ്സിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് അവർ ഫുൾ മൊഡ്യൂൾ ആവാണ്ട് ഇൻ്റർവ്യൂ തരത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഫെബ്രുവരി മാസത്തേക്ക് അവരൊരു ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൃപാസനം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ ആ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഇൻ്റർവ്യൂവിൻ്റെ അന്ന് അവിടെ ഞങ്ങൾക്ക് ഏജൻസിയിലായിരുന്നു ഇൻ്റർവ്യൂ. അവിടെ ഉപ്പ് വിതറി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാവാൻ സാധിച്ചു. ഏപ്രിലിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഓഗസ്റ്റ് മാസം അവിടെ കോഴ്സിന് കയറാൻ പാകത്തിന് ഓഫർ ലെറ്റർ വന്നു. പിന്നെ വിസയ്ക്കുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും കിട്ടണുണ്ടായിരുന്നില്ല. ഏജൻറ്റുമാരൊക്കെ ഭയങ്കര പൈസ 60,000 80,000 രൂപയ്ക്ക് പറയണ്ടായിരുന്നത്. അപ്പോൾ മാക്സിമം പൈസ കൊടുക്കാണ്ട് എടുക്കാൻ പാകത്തിന് ഞങ്ങൾ നോക്കിയെങ്കിലും നടന്നില്ല. അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തു, പക്ഷേ അത് ക്യാൻസലായിപ്പോയി. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഓഗസ്റ്റിൽ ഞങ്ങൾക്ക് എത്താൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എങ്ങനെ ഏജൻസി പറഞ്ഞു അവർക്ക് ഒരു മെയിൽ അയച്ചിട്ട് എക്സ്റ്റൻഷൻ തരുമോ ഇങ്ങനെ ചോദിച്ചു നോക്ക്. അപ്പോൾ അവർക്ക് കിട്ടുകയാണെങ്കിൽ അത്ര സമയം കൂടി നമുക്ക് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെയിലൊക്കെ സെറ്റാക്കി ഫോണിൽ തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചെയ്യില്ല ഞാൻ മെയിൽ അയച്ചു. എനിക്ക് അമ്മ അനുഗ്രഹം കൊണ്ട് എനിക്ക് എക്സ്റ്റൻഷൻ കിട്ടി. അപ്പോൾ കുറച്ചുകൂടി സമയം കിട്ടി വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് നോക്കാൻ വേണ്ടി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ B2 4ാമത്തെ മൊഡ്യൂളും കിട്ടാൻ വേണ്ടിയിട്ട് എക്സാം ഡേറ്റ് ഇങ്ങനെ നോക്കണ്ടായിരുന്നു. പക്ഷേ ഒറ്റ മൊഡ്യൂൾ മാത്രമായതുകൊണ്ട് എക്സാം ഡേറ്റ് കിട്ടാനുണ്ടായിരുന്നില്ല. അതും 1 മൊഡ്യൂൾ മാത്രമായതുകൊണ്ട് തന്നെ ഏജൻസി ഭയങ്കര പൈസ പറയണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജർമ്മനി പോയിട്ട് അത് എഴുതാമെന്നുള്ള മൈൻഡിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പൈസ കൊടുക്കാണ്ട് തന്നെ എക്സാം ഡേറ്റ് ഏജൻറ്റ് ഫീ കൊടുക്കാണ്ട് തന്നെ എനിക്ക് എക്സാം ഡേറ്റ് എടുക്കാനുള്ളൊരു ഓപ്ഷൻ കിട്ടി. അങ്ങനെ എനിക്ക് സെപ്റ്റംബറിലേക്ക് ഒരു എക്സാം ഡേറ്റ് കിട്ടി. ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി. അച്ഛൻ ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിക്കാൻ വന്നു. അച്ഛൻ കാശ് രൂപം തന്നു, പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഡെയിലി ബ്രെഡൊന്നും അങ്ങനെ ഇടയ്ക്ക് മാത്രമേ കൂടാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഡെയിലി ബ്രെഡ് കൂടിയപ്പോൾ അച്ഛൻ അതിൽ ഇങ്ങനെ 44 എന്നുള്ളൊരു സംഖ്യ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം ഞാനത് അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. പിന്നെ വൈകുന്നേരം എന്തോ അങ്ങനെ ചുമ്മാ നോക്കിയപ്പോൾ ആ ദിവസം തൊട്ട് 44ാമത്തെ ദിവസം എൻ്റെ എക്സാം ഡേറ്റ് ആയിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി എക്സാമിന് പോയി. അവിടെ ഉപ്പ് വിതറി തൈലം തേച്ച് പ്രാർത്ഥിച്ച് ഞാൻ എക്സാം എഴുതി. പിറ്റേ ദിവസം തന്നെ റിസൾട്ട് വന്നു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ എക്സാം പാസ്സാവാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ 4 മൊഡ്യൂളും ക്ലിയറായി. പിന്നെ വീണ്ടും വിസയ്ക്കുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടി തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. വീണ്ടും ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി നവംബർ മാസത്തേക്ക്. അതും പൈസ കൊടുത്തെടുത്തു, പക്ഷേ അതും പിന്നെയും ക്യാൻസലായിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ പൈസ കൊടുക്കാണ്ട് നമുക്ക് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ട് എടുക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ വന്നു. അങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടു. നവംബർ മാസത്തേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ച് കാശ് രൂപം തന്നു. അത് എല്ലാ ദിവസവും ഡോക്യുമെൻറ്റ്സിൽ വെച്ച്
കൊന്തയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നവംബറിൽ ഞാൻ കൊണ്ടുപോയി വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് പോയി ഡോക്യുമെൻറ്റ്സ് അവിടെ സബ്മിറ്റ് ചെയ്തു. ഞങ്ങൾ അപ്പോൾ ആ സമയത്ത് വിസയ്ക്ക് നല്ല റിജക്ഷനുള്ള സമയമായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പലരും വെച്ചിട്ട് എല്ലാവർക്കും റിജക്ഷൻ കിട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ള പിള്ളേരൊക്കെ വീണ്ടും കയറി വെയിറ്റിംഗ് ലിസ്റ്റിലിട്ടു. എങ്ങാനും അത് റിജക്ഷൻ ആയിക്കഴിഞ്ഞാലോ എന്ന് ഓർത്ത് സമയം പോകണ്ടെന്ന് വെച്ച് അവരത് വെയിറ്റിംഗ് ലിസ്റ്റിലിട്ടു. എന്നോട് ഇടാൻ പറഞ്ഞു, പക്ഷെ ഞാൻ ഇട്ടില്ല. അമ്മയ്ക്ക് തരുന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഡിസംബർ പകുതിക്ക് എനിക്ക് എൻ്റെ വിസ വന്നു. ടിക്കറ്റ് എടുത്തു. ജാനുവരി 15 ഞാൻ ജർമ്മനിക്ക് പോവാണ്. എനിക്ക് അമ്മ തന്ന അനുഗ്രഹമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പിന്നെ മറ്റൊരു സാക്ഷ്യം, എനിക്ക് എൻ്റെ കണ്ണിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കറുത്ത പാലുണ്ണി പോലെ ഒരു സാധനം കുറേ വർഷമായിട്ടുണ്ടായിരുന്നു. 5-6 വർഷമായിട്ട് അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ജർമ്മനിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അതുപോലെ ഡോക്ടറിനെ കൊണ്ടേ കാണിച്ച് കളയാം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു, നീ തൈലം തേച്ച് പ്രാർത്ഥിക്കുക, അത് പോവും, അമ്മ അത് മാറ്റിത്തരും എന്ന് പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ തൈലം തേക്കും. ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അമ്മ ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേൾക്കേണ്ട ഞാൻ കണ്ടു. ഇതേ സംഭവം തന്നെ കണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചാൽ അത് ഭയങ്കര റിസ്ക് ആയിരിക്കും എന്ന് പറഞ്ഞ കാരണം ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തൈലം തേച്ച് പ്രാർത്ഥിച്ചു, അത് പോയി എന്നുള്ള സാക്ഷ്യം ഞാൻ കേട്ടു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ അമ്മ മാറ്റിത്തരും, ഉറപ്പായിട്ട് മാറ്റിത്തരും എന്ന് പറഞ്ഞു. ഞാൻ അന്ന് തൈലം തേച്ചു. പിന്നെ ആ കേസ് വിട്ടുപോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ അമ്മ പറഞ്ഞു, നീ തൈലം തേച്ചില്ലേ, അത് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ തേച്ചു. പിറ്റേ ദിവസം രാത്രി കിടക്കണേക്ക് മുന്നേ തേച്ചു. അതിൻ്റെ പിറ്റേ ദിവസം അതവിടെ ഇല്ല, അത് അവിടെ പോയി. അമ്മ അതെനിക്ക് മാറ്റിത്തന്നു. അതാണ് മറ്റൊരു സാക്ഷ്യം. ഉടമ്പടി എടുത്തത് വഴി എനിക്ക് ഒരുപാട് ആത്മീയമായിട്ട് വളരാനൊക്കെ സാധിച്ചു. ഞാൻ ഉടമ്പടി എടുക്കണേക്ക് മുന്നേ ഒക്കെ അങ്ങനെ പള്ളിയിലൊന്നും പോകത്തില്ലായിരുന്നു. ആകെ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോവും. പിന്നെ കുമ്പസാരമൊക്കെ ക്രിസ്മസ് ഈസ്റ്ററിന് മാത്രമൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തത് വഴി എനിക്ക് ഒരുപാട് മാറാൻ സാധിച്ചു. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. കുമ്പസാരമൊക്കെ റെഗുലറായിട്ടുണ്ട്. പിന്നെ കുടുംബ പ്രാർത്ഥനയിൽ നല്ല ഭക്തിയോടെ പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. ബൈബിള് ഞാൻ പുതിയ നിയമം മൊത്തം വായിച്ചു, പഴയ നിയമം റെഗുലറായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് മാറാൻ സാധിച്ചു. പിന്നെ എനിക്ക് നല്ല ദേഷ്യമുള്ള കൂട്ടത്തിലായിരുന്നു. ആരോടും ക്ഷമിക്കത്തൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും തൈലം വിമ്മ തേച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പം എനിക്ക് ഒട്ടും ദേഷ്യമില്ല. എല്ലാവരോടും ക്ഷമിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഉടമ്പടി എടുക്കണേക്ക് മുന്നേ തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോകാറുണ്ടായിരുന്നു. അവിടെ അപ്പച്ചമാരും അമ്മച്ചിമാരെയും കണ്ട് സംസാരിക്കും, അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കും, ഭക്ഷണം വാരി കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഇവിടെ വരുമ്പോഴൊക്കെ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി വിതരണം ചെയ്യും. പിന്നെ അവിടെയും ഓൾഡ് ഏജ് ഹോമിൽ കൊടുക്കും. അവിടെ അവർക്ക് അമ്മേനെ പറ്റി അറിയാത്തവർക്ക് ഞങ്ങൾ കൃപാസനാമ്മേനെ പറ്റി പറഞ്ഞു കൊടുക്കും, പത്രം വായിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞങ്ങളുടെ സാമ്പത്തികം പോലെ അവിടെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഞായറാഴ്ചകളിൽ പൊതിച്ചോറുണ്ടാക്കിയിട്ട് അങ്കമാലി സ്റ്റാൻഡിലും ടൗണിലൊക്കെ ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ പപ്പയ്ക്ക് കൊടുക്കും. എൻ്റെ പേര് മാർട്ടിൻ. ഞാൻ കാലടിയിൽ നിന്ന് പറഞ്ഞു. ഞാൻ 2025 ഈ വർഷം മാർച്ച് മാസം 23 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഇപ്പം 2 പ്രാവശ്യം പുതുക്കി. എൻ്റെ ഉടമ്പടിയിലെ പ്രധാന നിയോഗങ്ങളിൽപ്പെട്ടതായിരുന്നു എൻ്റെ മകളുടെ 4 മൊഡ്യൂളും പാസ്സായിട്ട് ജർമ്മനിയിൽ പഠിക്കാൻ വിടണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മകൻ്റെ ഒരു വർക്ക് അതുകൊണ്ടായി മകളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് മകളുടെ കാര്യം ഇപ്പോൾ റെഡിയായി. മകളിപ്പോൾ സാക്ഷ്യം പറഞ്ഞു. മാതാവ് അതിനുള്ള അനുഗ്രഹം തന്നു. പിന്നെ എനിക്ക് പേഴ്സണലായിട്ടും കുറേ അനുഗ്രഹങ്ങളുണ്ടായിട്ടുണ്ട് മാതാവിൽ നിന്ന്. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ വിശ്വാസത്തിൽ ഉറച്ചൊന്നും നിൽക്കണ്ടായിരുന്നില്ല. വിശ്വാസിയാണ് ക്രിസ്ത്യാനിയാണെന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ബലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പാടുള്ള എല്ലാ ദിവസങ്ങളിലും ദിവ്യബലിയിൽ പങ്കെടുക്കുകയും കുർബാന സ്വീകരിച്ച് നല്ല രീതിയിൽ ദിവ്യബലിയിൽ പങ്കെടുക്കാറുണ്ട്. അതിനു മുമ്പൊക്കെ ഞാൻ സന്ധ്യാപ്രാർത്ഥനയിൽ പുറത്ത് പോയേക്കാണെങ്കിൽ ഞാൻ വരാൻ വൈകാണെങ്കിൽ അവിടെ പ്രാർത്ഥന ചെല്ലും, ഉണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കും. അങ്ങനെയായിരുന്നു. ഇപ്പം ഞാനില്ലാതെ ഒരൊറ്റ ദിവസം പോലും സന്ധ്യാപ്രാർത്ഥന ചെല്ലാറില്ല. അതിന് എൻ്റെ
കുടുംബത്തിലെല്ലാവരും ഞങ്ങൾ ഒന്നിച്ച്, ഞങ്ങളിപ്പോൾ 3 ആളുള്ളൂ, എല്ലാവരും ഒന്നിച്ച് തന്നെ നല്ല ഭക്തിയോടുകൂടി സന്ധ്യാപ്രാർത്ഥന ചെല്ലാറുണ്ട്. പിന്നെ ബാക്കി എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ആളായിരുന്നു. ഞങ്ങൾക്ക് മൊത്തത്തിൽ അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ ആരോടും ക്ഷമിക്കാൻ പറ്റില്ല. ദേഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഭാര്യയായിട്ടൊക്കെ ദിവസങ്ങളോളം ഉണ്ടാകാതെ നടന്നൊക്കെ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എന്നോട് എന്തെങ്കിലും ഉദ്ദേശം എനിക്ക് ആരോടെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ എന്നെ ദ്രോഹിച്ചു അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ചു എന്നൊക്കെ തോന്നിയവരോട് എനിക്ക് ഭയങ്കര മനസ്സിൽ ഭയങ്കര വൈരാഗ്യബുദ്ധി പോലെ അത് മാറാത്ത രീതിയിലൊക്കെ അവരെ പറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ കേട്ടാൽ വളരെ സന്തോഷം, അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായതാണ്, ഉടമ്പടി മൂലം ഉണ്ടായതാണ്. എനിക്ക് ഞാൻ എൻ്റെ കുടുംബവും പാടുന്നിടത്തോളം കാലം ഉടമ്പടിയിൽ ജീവിക്കുകയും മാതാവിൻ്റെ ഭക്തരായി ജീവിക്കാനും സാധിക്കണമെന്ന് ഞാൻ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ മകൾ പറഞ്ഞ മാതിരി തന്നെ ഞങ്ങൾ പത്രമൊക്കെ ഞങ്ങളിവിടെ വരുന്ന സമയങ്ങളിലൊക്കെ പത്രം എടുത്ത് എല്ലായിടത്തൊക്കെ കൊടുക്കാറുണ്ട്. രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ പോയി കാണാറുണ്ട്. പിന്നെ എൻ്റെ അറിവിലുള്ള രോഗികൾ ആരോടെങ്കിലും ഞാൻ പറയും, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചോ. രാത്രി ഏത് ടൈമിലും ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോകാറ്, അവർക്ക് ചെയ്യാവുന്നവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്കിലും മകൾ പോണ സെൻറ്ററിൽ ഞങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞവർ ഞായറാഴ്ചകളിൽ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി അങ്ങനെ പാവപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ പറ്റുന്ന രീതിയിലുള്ളൊക്കെ സാമ്പത്തികമായിട്ട് ചുറ്റുന്ന രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണം എൻ്റെ മാതാവാണ്. കൃപാസന മാതാവിന് എൻ്റെ 1000 നന്ദി. എനിക്കും എൻ്റെ കുടുംബത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഈശോയുടെ ഒരു വലിയ വാഗ്ദാനമാണത്. പിതാവിനോട്, യേശുവിൻ്റെ നാമത്തിൽ നാം എന്തു തന്നെ പിതാവിനോട് ചോദിച്ചാലും അവിടുന്ന് നമുക്ക് നൽകും. യോഹന്നാൻ്റെ 15-ാം സുവിശേഷം പറയുന്നത് തന്നെ, 15-ാം അധ്യായം പറയുന്നത് തന്നെയാണ് മുന്തിരിച്ചെടിയും ശാഖകളെക്കുറിച്ചാണ്. ഈശോയോട് ചേർന്ന് നിൽക്കാൻ അവിടുത്തെ ജീവരക്തം നമ്മിലേക്ക് എപ്പോഴും ഒഴുകേണ്ട ആവശ്യകതയെക്കുറിച്ച്, അവിടുത്തെ തായ്തണ്ടിനോട് നാം ചേർന്ന് നിൽക്കേണ്ടതിനെക്കുറിച്ചെല്ലാം ഈശോ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. നമുക്കിപ്പോഴും ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ പരിശുദ്ധ അമ്മയോട് പറഞ്ഞതാണ്, ഇതാ നിൻ്റെ മകനെന്ന് കുരിശിൽ കിടന്നുകൊണ്ട് അമ്മ പറഞ്ഞപ്പോൾ നമ്മെ ലോകം മുഴുവനെയും എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മ സ്വന്തം മക്കളായി കണ്ട് നമ്മെ പരിഗണിച്ച് നമ്മെ എപ്പോഴും ഈശോയുടെ അടുത്തേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ ജീവിതാനുഭവം, വലിയ അത്ഭുതങ്ങൾ, സാക്ഷ്യങ്ങൾ നാം ഉടമ്പടി ജീവിതത്തിലൂടെ എല്ലാ മക്കളുടെയും സാക്ഷ്യങ്ങളിൽ നാം കേൾക്കുകയാണ്. അനുമോൾക്കും അവളുടെ പപ്പ മാർട്ടിനും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ മറ്റൊന്നുമല്ല, അവർ പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഈ മകനിവിടെ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നത്. മക്കൾ ഡെയിലി ബ്രെഡിലൂടെ അച്ഛൻ നൽകിയ ആ നമ്പർ വളരെ കൃത്യമായി അവർ ഏറ്റെടുക്കുകയും അതിൻ്റെ പൂർത്തീകരണത്തിനായി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും കാതോർത്തിരിക്കുകയും പരിശുദ്ധ അമ്മ നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിച്ച് ഈശോയെ സ്നേഹിക്കുവാനുള്ള ഒരു വലിയ ഹൃദയത്തെ ഒരുക്കുകയായിരുന്നു ഈ ഉടമ്പടി എന്ന ഈ പദ്ധതിയിലൂടെ. നമുക്കറിയാം, ഇൻ്റർവ്യൂസ് എല്ലാം ഫ്രീസായ സമയമായിരുന്നാൽ പോലും നമുക്കുള്ള ആ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ നമുക്കുള്ള വിസ ഈശോ നമുക്ക് വേണ്ടി എപ്പോഴും തയ്യാറാക്കി വെച്ചിരിക്കും. നാം എപ്പോഴും അതിനുവേണ്ടി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല എന്ന വലിയ വലിയ സാക്ഷ്യങ്ങളുടെ ഉദാഹരണങ്ങൾ നമുക്ക് യൂട്യൂബിലൂടെ കാണാം. ജനുവരി 15-ന് മക്കൾ പോവുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ മകൾ വളരെ ഉറച്ച വിശ്വാസത്തിലാണ്, ഞാൻ എവിടെയായിരുന്നാലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കും. അനിമോളുടെ പപ്പ മാർട്ടിൻ പറയുന്നത് അത് തന്നെയാണ്, എൻ്റെ ജീവിതം കാലം മുഴുവൻ ഞങ്ങളുടെ കുടുംബം ഇനി എപ്പോഴും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും, എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും, എല്ലാ അനാരോഗ്യങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധ അമ്മ നമ്മെ മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് എപ്പോഴും കാത്തുരക്ഷിക്കുന്ന വലിയ വലിയ ഉദാഹരണങ്ങൾ നമുക്ക് തന്നെയുണ്ട്. നാം സങ്കടത്തിലായിരിക്കുന്ന സമയങ്ങളിലെല്ലാം
നമ്മൾ ഇവിടുത്തെ സാക്ഷ്യങ്ങളും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമുക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ ഇതിൽ തന്നെ നമുക്ക് ലഭിക്കും. അനിമോൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.